ഹലോ ഗൈസ്, നമ്മൾ ചെയ്യാൻ പശയും സോപ്പ് പൊടിയും കൂടെയുള്ള ക്ലേ ആണ്. അപ്പോൾ നമുക്ക് പശ ആദ്യം കൂടുതൽ കണ്ടുപിടിക്കും. നമ്മളിങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കിയപ്പോൾ എൻ്റെ പശ ഞങ്ങളുടെ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേ ഇരിക്കും ഗൈസ് പശ. അപ്പോൾ നമ്മൾ ഈ പശ വെച്ച് ചെയ്യാൻ പോകാം. പശ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പശ എടുത്ത് സോപ്പ് കുടിക്കാത്തെടുത്ത് വെച്ചിട്ടുണ്ടോ കുറച്ച് വെച്ചാൽ മതി. വേണമെങ്കിൽ ഒഴിച്ചും കൂടെ അഴിച്ചു കൊടുക്കുക. അത്യാവശ്യത്തിന് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ലീക്കാകാൻ പാടില്ല. ലീക്കാളിച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഞാനൊന്ന് ഇളക്കി കൊടുക്കും. ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ട്. ചെയ്തിട്ട് ഇച്ചിരി ഇതാകാൻ വേണ്ടി വെക്കും. നമുക്ക് ഇച്ചിരി കൂടെ ലിക്വിഡ് ഒഴിച്ചു. അപ്പൊ എനിക്കൊരു സംശയം, ഇതിപ്പോ ഏത് പശയാണെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ള പശ എടുത്ത് വെച്ചു. ശരിക്കും എത്ര പറ്റത്തില്ല. ഇതേപോലെ തന്നെ ബുക്കൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന പേപ്പറില്ലേ, പേപ്പറിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന ഇതേപോലത്തെ പശയൊക്കെ പറ്റും. വെള്ള കളറിലൊരു പശയില്ലേ, അത് ഒഴിക്കാൻ പറ്റും. പിന്നെ മറ്റേ ഈ ചെരുപ്പൊക്കെ പൊട്ടിക്കണ ആവശ്യമില്ലേ, അത് മാത്രം വെച്ച് പറ്റത്തില്ല. ബാക്കി എല്ലാ പശ വെച്ച് പറ്റും. അപ്പൊ ഫെവിക്വിക്ക് വെച്ച് ഒട്ടിക്കാൻ പറ്റത്തില്ലല്ലേ? ഇല്ല, ഇങ്ങനത്തെ 5 രൂപ ഒരു പശ മതി. 5 രൂപ മാത്രമേ ഉള്ളൂ? വെറും 5 രൂപ മാത്രം. നിങ്ങൾ ഇച്ചിരി കുറച്ച് കൂടി കൂടുതലായതുകൊണ്ട് എത്ര ഇങ്ങനെ ഉണ്ട്. ഞാൻ വെച്ച് സോപ്പ് പൊടി എടുക്കും. അപ്പൊ എൻ്റെ വീട് ചങ്ങനാശ്ശേരിയിലാണ്. ഞാനിപ്പോൾ ഇത് എൻ്റെ അമ്മ വീടാണ്. ഇവിടെ ഓണമൊക്കെ ആയതുകൊണ്ട് വെറുതെ വന്നതാണ്. നമുക്ക് നോക്കാം ഇത് കറക്റ്റായിട്ട് ക്ലേ ആകുമോയെന്ന്. നേരത്തെ അവൻ ക്ലേ ആക്കി നോക്കിയായിരുന്നു. അപ്പം ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ അത് ക്ലേ ആയിട്ട് വന്നതാണ്. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്, ക്ലേ ആയതാണോ അത് അവൻ ക്ലേ വെച്ച് ചെയ്തതാണോ എന്ന്. നമുക്ക് സത്യാവസ്ഥ അറിയാം. വരുന്നുണ്ട്. പിന്നെ ഒരു ഇതും കൂടെ ഉണ്ട്. എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് എൻ്റെ കൂട്ടുകാരാണ് എനിക്ക് പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് ഇച്ചിരി പിന്നെ കൂട്ടുകാരടുത്ത് ചോദിച്ചിട്ടില്ല. പിന്നെ അതിനകത്ത് ഇച്ചിരി നീല സോപ്പ് പൊടിയും ചേർക്കണം. പിന്നെ അതിനകത്ത് ഇച്ചിരി മറ്റേ ക്ലോസപ്പിൻ്റെ റെഡ് കളറുള്ള പേസ്റ്റിനകത്ത് ഇച്ചിരി ചേർക്കണം. നമ്മൾ ചേർക്കാൻ പോകും. ആ ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണിച്ചേ, കൈ മലർത്തി പിടിച്ചേ. പക്ഷെ നമ്മൾ ഇടുവാണ്. പേസ്റ്റ് അങ്ങോട്ട് ഞാൻ ചേർത്ത് ആഡ് ചെയ്ത് കൊടുക്കും. വായിക്കത്തൊക്കെ ഒന്ന് പണിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയം. അപ്പം നമുക്ക് പേസ്റ്റിട്ട് ഉരുട്ടി വായിക്കാത്ത പോയാൽ ക്ലോസറ്റിൽ നിന്ന് ഇറങ്ങുകയില്ല. അപ്പോ എന്നാണ്ട് തള്ളുവല്ല അപ്പോ, സത്യമാണ്. ക്ലോസറ്റിൽ നിന്ന് ഇറങ്ങത്തില്ല. ക്ലോസറ്റിൽ നിന്ന് ഇറങ്ങത്തില്ല. അപ്പൊ ഇവന്റെ ഒരു കുഞ്ഞിനത്തെ ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഫോട്ടോ കാണിച്ചു ആ സ്ലൈം. സ്ലൈം അല്ല ക്ലേ. കഴിഞ്ഞ ദിവസം മലയാളം പരീക്ഷയ്ക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു അപ്പുവേ? മാത്സ് മറ്റേ മലയാളമാക്കി എടുത്തത്. അതിന് ഞാൻ 5 മീനിന്റെ പേരെഴുതാനുണ്ടായിരുന്നു. 5 മീൻ പേരെഴുതി പറയട്ടെ. 2 കടലിൽ ജീവിക്കണ മീൻ വരാം, 2 തവള, 3 മീൻ എഴുതി. മുട്ട. അവൻ തള്ളുക കേട്ടോ, മുട്ട എന്നാ നീട്ട തന്നില്ല.
ഭയങ്കര പഠിപ്പി സുമേഷ് പഠിപ്പി സുമേഷ്. ഇതാണ് അവൻ്റെ കുടുംബമായിട്ടുള്ള ഫോട്ടോ. ഇത് അർത്തിങ്ക പഠിപ്പി ആലപ്പുഴയിലുള്ളത്. എൻ്റെ വീട് ചങ്ങനാശ്ശേരിയിലാണ്. ഞങ്ങളന്ന് പോയില്ലായിരുന്നു. ഇതേ അവൻ്റെ തന്നെ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസാണ്. അപ്പുവേ അപ്പുവേ മാറ്റി അപ്പു ആ കൊറിയത്തിൽ എന്നായിരുന്നുണ്ടായിരുന്ന മീൻ? അത് ആമ, ഞണ്ട്, അങ്ങനെ കുറെ മീനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ചത്തുപോയി. മീനല്ല, മറ്റേ ഒരു മോൺസ്റ്റർ ആയിട്ടുള്ള ജീവിയിലായിരുന്നു. എന്നായിരുന്നു എൻ്റെ പേര്? അലിഗേറ്റർ. അലിഗേറ്റർ ഒരു അരാപ്പയുടെ കുഞ്ഞിനൊക്കെ ഞാൻ വെട്ടിക്കുറിച്ച് പോകും. അതിൻ്റെ ഒരു മറ്റേ ഒരു മുയൽ പോലെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരെന്നായിരുന്നു? അതാണ്ട് ആ അക്കോറി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. അതിനെയാണ് ആ അക്കോറിയത്തിൽ ലാസ്റ്റായിട്ട് ഇവനിട്ട്. ഒന്ന് മാറിക്കടാ, കണ്ടോ? മറ്റേ മറ്റേ എന്നാ അരോണയാണ് അതിന്റെ പേരെന്നായിരുന്നു? അല്ല മറ്റേ സെക്കൻഡ് ലാസ്റ്റ് ആൻസ്റ്ററിന് വേണ്ടിയുള്ള ഇതായിരുന്നു മറ്റേ അറക്കപ്പൊടിയൊക്കെ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തതാണ്. ഓക്കെ, ബൈ ബൈ.